ഇറങ്ങി പോവാൻ പറഞ്ഞ് പൊക്കോണം. പ്ലീസ് മാഡം. നീ ഇപ്പൊ പുറത്തു പോയില്ലെങ്കിൽ നിന്നെ പിടിച്ചു വലിച്ച് പുറത്തിടിഞ്ഞ്. എന്താ സംഭവിച്ചെന്നറിയാതെ മാഡം ഈ സംസാരിച്ചോണ്ടിരിക്കുന്നെ. ഇവിടെ നടന്ന ഇൻസിഡന്റുമായിട്ട് അക്കുച്ചേട്ടന് ഒരു ബന്ധവുമില്ല. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കണം മാഡം. ഇപ്പോഴുള്ള പരാതി കള്ളപ്പരാതിയാ. പ്യൂൺ മുരുകനെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്ക, സത്യം അറിയാം. പ്ലീസ് മാഡം, അക്കുച്ചേട്ടനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. പ്ലീസ് മാഡം. ഞാൻ എന്തിനാ ചിരിച്ചെന്ന് നിനക്കറിയോ? നിന്റെ അക്കുച്ചേട്ടനെ കള്ളക്കേസ് ഉണ്ടാക്കി അറസ്റ്റ് ചെയ്യിച്ച എന്നോടാണോ അവന് പുറത്തിറക്കാൻ നീ പറയുന്നത്? എന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ നിനക്ക്? ഹണിമൂണിന് പോയിട്ട് അടിച്ചു പൊളിച്ചോ? പോലീസൊക്കെ വന്ന് ചോദ്യം ചെയ്തു കേട്ടല്ലോ. അതെല്ലാം ചെയ്യിപ്പിച്ചതും ഞാന്. ഈ അക്കുച്ചേട്ടന്റെ ചേട്ടനുണ്ടല്ലോ, എന്താ അയാളുടെ പേര്? ആ, അരവിന്ദൻ. അയാൾ ഇവിടെ വന്ന് ഓഫീസ് തല്ലി തകർത്തപ്പോ ഒരു കുടിയന്റെ കൈപ്പിഴ എന്ന പോലെ കേസ് ഇല്ലാതാക്കാമായിരുന്നു. പക്ഷേ ആ കേസ് മുഴുവൻ നിന്റെ അക്കുച്ചേട്ടന്റെ തലയിൽ കെട്ടിവെച്ചതും ഞാന്. ഹണിമൂൺ നിർത്തിവെച്ച് നിന്നെ ഇവിടേക്ക് വരുത്തിച്ചതും ഞാന്. നിന്റെയൊക്കെ നിഴലായി ഞാനുണ്ടായിരുന്നു. എന്തിനാ മാഡം ഇങ്ങനെയൊക്കെ ചെയ്തത്? അക്കുച്ചേട്ടനെ മാഡത്തിനെ ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറിത്തരാം. അക്കുച്ചേട്ടനെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുന്ന എന്തിനാ? ആവശ്യമില്ലാത്തതല്ല, ആവശ്യമുള്ളതാ. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ അവനെ എന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് കരയിപ്പിക്കുമെന്ന്. അവൻ എന്റെ കാലിൽ വീണ് കരയുന്നത് എനിക്ക് കാണണം. മാഡം പ്ലീസ്, വേണ്ട, ഒന്നും ചെയ്യരുത്. അക്കുച്ചേട്ടൻ മാഡത്തിന്റെ കാലിൽ വീണ് കരയാനും മാത്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല. മാഡത്തിന് അറിയാവുന്നതല്ലേ? ഒന്ന് മനസ്സിലാക്കും മാഡം, പ്ലീസ്. എന്നോടൊരു ദൈവം കാണിക്കണ്ട മാഡം. അക്കുച്ചേട്ടനോട് എത്രയെങ്കിലും ദയവ് കാണിച്ചൂടെ? അക്കുച്ചേട്ടനെ ഒരുപാട് സ്നേഹിച്ചതല്ലേ മാഡം? നീ പറയുന്നത് കേൾക്കാനോ നിന്നോട് സംസാരിക്കാനോ എനിക്ക് താല്പര്യമില്ല. ഇറങ്ങി പോവാൻ പറഞ്ഞല്ലേ നിന്നോട്? ഇല്ല, ശ്രേയ അക്കുച്ചേട്ടന്റെ പേരിലുള്ള കേസ് പിൻവലിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ആഹാ, ചാരുവിന്റെ ശബ്ദം അങ്ങ് ഉയർന്നല്ലോ. എന്നെ ഭീഷണിപ്പെടുത്താണോ നീ? ഭീഷണിയൊന്നും അല്ല ശ്രേയ. ചെയ്ത തെറ്റിനൊരു പരിഹാരം ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ വന്നതാ ഞാൻ. ശ്രേയയുടെ ആകാശ, ശ്രേയ ഇഷ്ടപ്പെട്ട ശ്രേയയുടെ ആകാശ. ആകാശിനെ പുറത്തിറക്കേണ്ടത് ശ്രേയല്ലേ? നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സ് മാറില്ല. നിന്നെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. ഇറങ്ങിപ്പോ. എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് അറിഞ്ഞോണ്ടല്ലേ നീ ഹണിമൂൺ ആഘോഷിക്കാൻ അവന്റെ കൂടെ പോയത്? നിന്നെ പോലൊരു പെണ്ണിനെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ശ്രേയ, എന്റെ ഓഫീസിൽ വന്ന് ശബ്ദം ഉയർത്തി സംസാരിക്കാൻ നീ ആരാ? ശ്രേയ പ്ലീസ്, ഇറങ്ങി പോടി. ശ്രേയ പറയുന്നത് കേൾക്ക് പ്ലീസ്. പ്ലീസ് ശ്രേയ.
പ്ലീസ്. ഇനിയൊരു നിമിഷം നീ എന്റെ മുന്നിൽ നിൽക്കരുത്. ഇനി നീ ഇവിടെ നിന്നാ എന്താ ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല. ആകാശ സ്റ്റേഷനിൽ തന്നെ കിടക്കും. അവന് പുറത്തിറക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. കേട്ടോ നീ? ഗെറ്റ് ഔട്ട്. ശ്രേയ കുച്ചേട്ടനോട് വലിയ തെറ്റാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം അതോർത്ത് ശ്രേയക്ക് കരയേണ്ടി വരും.